പിന്നെ അച്ഛന്റെ തന്നെ ശിഷ്യൻ ഫാക്ട് പത്മനാഭൻ ചേട്ടന്റെ അടുത്താണ് ഞാനിത് പറയുന്നത്, ഇങ്ങനെ ഒരു മോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹം സ്ത്രീവേഷം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാൾ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ രഞ്ജിനി, ഞാൻ കുട്ടിയെ കൂടില്ല, ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ആശാന്റെ അടുത്ത് ഞാൻ പോകുന്നത്. ശ്രീ മരാശൻ അവിടെ HOD ആണ് നാരൽവിയിൽ. ഒരു പക്ഷേ ആ ഒരു ആശാന്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുകയും അതുവരെ എന്റെ ഹനുമാനും ഹംസമൊക്കെ തന്നെയാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമുണ്ടായത്. അത് പപ്പനാഭൻ ചേട്ടൻ പഠിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു വഴി എന്ന് പറയുന്നത് അച്ഛന്റെ അതേ വഴി കൂടെയാണ്, അല്ലെങ്കിൽ അച്ഛന്റെ ഒരു ശൈലിയിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഒരു മാറ്റം സംഭവിച്ചത് ഈ ഒരു കത്തിവേഷം അല്ലെങ്കിൽ ഇരുത്തം എന്നൊരു കത്തിവേഷം ചെയ്യാനുള്ള ഇടയുണ്ടായപ്പോഴാണ്. അപ്പൊ അതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സ്ത്രീ ആരെങ്കിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നോ അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്നോ ഒന്നും ധരിക്കാത്തടത്താണ് ആശാൻ എനിക്ക്, ആശാന്റെ ധൈര്യമായിരുന്നു, എന്റെ ധൈര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു മാസം ഞാൻ അന്ന് തൃപ്പൂണിത്തുറ നഗരസഭ അധ്യക്ഷ കൂടിയാണ്. അപ്പൊ നല്ല തിരക്കുമാണ് സമയത്ത്. പക്ഷെ രാത്രി 9 മണി വരെയും 10 മണി വരെയും 11 മണി വരെയൊക്കെ നീളുന്ന ക്ലാസ്സുകളായിരുന്നു ഞങ്ങളെ. വെളിച്ചാകുമ്പോൾ 5 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ സമയം എടുത്ത ഒരു മാസം കൊണ്ട് ഞാൻ അതിന്റെ ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പതികാലം പഠിച്ചു കഴിയാണ്. അത് കഴിഞ്ഞു നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ആശാൻ ഇനി തീരുമാനിച്ചോളൂ, ഒരു ദിവസം നിശ്ചയിച്ചോളൂ, കളിക്കാം. ഞാൻ ആശാൻ എന്തായി പറയണ, ഒരു പെട്ടെന്ന് അങ്ങോട്ട് പറയൂ കളിച്ചോളൂ എന്നാണ്. അങ്ങനെ ഒരു ജൂണിൽ തുടങ്ങി ആ ഒക്ടോബറിൽ തന്നെ അത് പൂർണ്ണത്രേശന്റെ നടയിൽ സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്തോ ഞാൻ സാക്ഷാത്കരിച്ചു എന്നൊക്കെ എനിക്ക് തോന്നിയൊരു സമയമായിരുന്നു അത്.